ഈ കടച്ചക്ക നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ വല്യപ്പയുടെ അടുത്തെന്നാ. അപ്പോൾ ഉച്ചയ്ക്ക് ചെന്നപ്പോൾ കൊടുത്തു വിട്ടതാ. അതേ നമുക്ക് തൊണ്ടി എത്തിയേച്ച് അകത്തേക്ക് കയറാം. ഓടിയാ കയറാൻ പോണേ. അതെന്നാന്ന് വെച്ചാൽ മഴ വന്നുണ്ട്, നല്ല പുകഞ്ഞ ഇരുണ്ടാ വന്നെ. ഇച്ചിരി നേരം തോർന്ന് കിട്ടിയായിരുന്നു. മൊബൈലിൽ മെസ്സേജ് വന്നു. വാ, ഞാൻ കണ്ടായിരുന്നു. 2 മെസ്സേജാ വന്നത് അടുപ്പിച്ചടുപ്പിച്ച്. അപ്പൊ ശക്തമായ മഴയായിരുന്നു. എറണാകുളം, കണ്ണൂർ, കോഴിക്കോടോ അങ്ങോട്ടൊക്കെ ജില്ലയിൽ അലർട്ടെന്ന് പറഞ്ഞ മൊബൈലിൽ കിടക്കണ ഞാൻ കണ്ടായിരുന്നു. അടുത്ത 24 മണിക്കൂർ അത് തന്നെ അതിതീവ്ര മഴ. ഇതിപ്പോ ജൂൺ 7-ാം തീയതി സൺഡേ. നിങ്ങൾ കാണുമ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഇന്നത്തെ ദിവസത്തെ കാര്യമായതുകൊണ്ട് ഡേറ്റ് അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഓർക്കുമ്പോ പറയാറുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഗ്രീനറിയാ പശ്ചാത്തലത്തിന്റെ ഇഷ്ടം. എനിക്കിഷ്ടമല്ല പുല്ല്. എനിക്ക് ഇങ്ങനെ നല്ല ഡാർക്കായിട്ടിരിക്കണം. എന്തൊരു സൗന്ദര്യ പ്രകൃതിക്ക്. കയ്യിൽ കറയാവാതിരിക്കാൻ ഞാൻ ഈ കറ മീൻസ് ഇങ്ങനെ ചെറിയ വിളങ്ങിയും പോലെയുണ്ട് കടച്ചക്കയ്ക്ക്. ശരിയാ, ഉണ്ടത്. കയ്യിൽ ഇപ്പൊ തന്നെ തൊണ്ടി എത്തുമ്പോ തന്നെ ആവും കുറച്ച്. ഒരുക്കി കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു കറിയായിരുന്നു. നല്ല കറിയാ, ഭയങ്കര ടേസ്റ്റാ. നല്ലതാ. ചുമ്മാ ഉലർത്തിയാൽ തന്നെ എന്ത് ടേസ്റ്റാ. ഇവിടെ കടപ്ലാവ്, നമ്മുടെ ഒരു കടപ്ലാവ് ഇങ്ങനെ ഇത് പണിതപ്പ വെട്ടി, പിന്നെ വേറൊരു കടപ്ലാവ് വെച്ചാൽ 1ഉം 2ഉം ഒക്കെ ഉണ്ടാവും. പക്ഷെ വീണ് പോയി തവണ ഉണ്ടായിട്ടില്ല. ഇവിടെ അങ്ങനെ ഗുണം പിടിക്കണില്ല കടപ്ലാവ്. ഇനിയിപ്പോ വേണ്ടെങ്കിൽ വേണ്ട. അതെ, കടപ്ലാവല്ലേ നമ്മുടെ വീടിന് മുകളിലേക്ക് ഉയരാൻ പാടില്ല. ഓ, അത് ദോഷാന്നാണോ പറയണത്? ഓ, ഇങ്ങനെ ഒത്തിരി ശാസ്ത്രം പറയാറുണ്ട്. എനിക്ക് വലിയ അറിവൊന്നുമില്ല, ഇങ്ങനെ പറയാറുണ്ട് മൊത്തത്തിൽ. നമുക്ക് ഈ മിത്തുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാട്ടോ ഒരു ദിവസം. ഞാൻ കുറെ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്കും കുറെ അറിയാൻ പറ്റും ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ചെമ്പകമരം, അതും അങ്ങനെ പറയില്ലേ, വീടിന് മുകളിലേക്ക് ഉയരാൻ പാടില്ലെന്ന്. അങ്ങനെയുള്ള കുറച്ച് മിത്തുകളെ പറ്റി നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കാം കേട്ടോ, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന മിത്തുകളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. അത് രസമാണ് അത് കേട്ടിരിക്കാൻ. മഴ വന്നു. താല്പര്യമാണെങ്കിൽ കമന്റ് ചെയ്യട്ടോ, നമുക്ക് അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. മൊത്തം കൊതുകാന്നേ, മഴ വന്നു കഴിഞ്ഞപ്പോൾ കൊതുക് അപ്പടി എല്ലായിടത്തും കൊതുക്, അകത്തും കൊതുക് പുറത്തും കൊതുക്. ഇനി കൈ വെളിച്ചെണ്ണ ഇട്ട് തൂക്കണം. ഞാൻ സ്വല്പം ഉപ്പും കല്ലുപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചേക്കും കേട്ടോ. ഈ കുക്കർ എടുത്തില്ല, ഞാൻ ചീൻചട്ടി തന്നെ അങ്ങ് വേവിക്കാൻ വെച്ച്. ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കാൻ പിന്നെ മടിയാ വൈകുന്നേരം ആകുമ്പോൾ. അതുകൊണ്ടാട്ടോ. ഇനി വെന്ത് കഴിഞ്ഞിട്ട് ഉലർത്തണ കാണിക്കാം കേട്ടോ. കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടേ, വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പും മാത്രം. വെള്ളം ഒഴിച്ചു വേവട്ടെ. ശരിക്കും പൊക്കോളൂ, അതൊക്കെ പോവും. വിളങ്ങീനല്ല, ഒരു വിളങ്ങീൻ്റെ ഒരു ചെറിയൊരു ഇത് ചക്ക ഇനത്തിലല്ലേ. ചക്ക ഇനല്ലേ എന്തായാലും. അപ്പോൾ അത് കൈ മെനയാക്കിയില്ലെങ്കിൽ ശരിയാവൂല. അന്നേരം തന്നെ കത്തിയിലും വൃത്തികേടുണ്ടോ അതിൻ്റെ. ഓരോരോ നീ വെന്ത് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. ദേ പുതിയ പിങ്ക് വന്നു. അല്ല, പിങ്ക് ബേബിയാണ്. പിങ്ക് ബേബി. ഇനി മതി. ഇനി അവിടെ പോയി ഇരിക്കുവോ, നിൽക്കാൻ പറ്റില്ല കാല്. എനിക്ക് ഏതാന്നറിയോ? ബ്ലാക്ക്. അയ്യോ, ഞാൻ എന്ത് വസ്തു എടുത്താലും അതൊക്കെ ബ്ലാക്ക് ആയിരിക്കും. തല ചകിടിച്ചു പോണത് കേൾക്കുമ്പോ തന്നെ. വരെ ബ്ലാക്കാ, ലൈറ്റ്. തല ചകിടിച്ചു പോണം. ഫോണ് വരെ ബ്ലാക്കാ. അല്ല, ഫോൺ പർപ്പിളാട്ടോ. വേവട്ടെ കേട്ടോ, എന്നിട്ട് വളർത്തുമ്പോ കാണിക്കാൻ. അപ്പൊ നമ്മളിതേ കടച്ചക്ക ദേ നോക്ക് വേവിച്ച് വെച്ചു. അപ്പം ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 2 തരം ഉള്ളി, അതായത് വെളുത്തുള്ളിയും ചുവന്നുള്ളി, പിന്നെ വേപ്പിലയും കൂടെ ഇട്ടേക്കണം മൂക്കാനിട്ട്. അത് ഉലർത്തണത്, വേറെ ഒന്നുമില്ല പറയാൻ, പ്രത്യേകിച്ചൊന്നുമില്ല അതിനെപ്പറ്റി. പിന്നെ മുളക് പൊടി ഇട്ട് ഉലർത്തിയെടുക്കുക. ഈ മഞ്ഞൾ ഇട്ട് വേവിച്ചുകൊണ്ട് മഞ്ഞപ്പൊടി ഉലർത്താൻ നേരത്ത് ചേർക്കൂല കേട്ടോ. ചതച്ച മുളക് പൊടി വേണ്ട കേട്ടോ. അല്ല, ഈ മറ്റേ മുളക് പൊടി ഇടണേ, പക്ഷെ ഒരു മേനിക്ക് ഇച്ചിരി ചില്ലി ഫ്ലേക്സും കൂടെ ഇടും. ഇതാണ് കളറിന് വേണ്ടി. മറ്റേത് നന്നായിട്ട് കളറ് കിട്ടണം. അല്ല, കളറല്ല, എരിവും ഉണ്ട് ഇതിന്. പിരിയനല്ല, എരിവ് മുളക് പൊടി ചേർക്കണം ഇതിന്. മറ്റേ ചതച്ച മുളക് പൊടിക്ക് എപ്പോഴും പേൽ കളറായിരിക്കും. ഗരമുണ്ടോ? ഗരം ഒന്നും വേണ്ട ഇതിന്. ഗര ഇട്ടാൽ കൊള്ളൂല. കൂർക്കയ്ക്ക് കുഴപ്പമില്ല ഗര ഇട്ട, ഇതിന് കൊള്ളൂല ഗരമൊന്നും ഇട്ട. അങ്ങനെ നമ്മുടെ കടച്ചക്ക ഉലർത്ത് റെഡിയായി. കടച്ചക്ക ഉലർത്തി കഴിഞ്ഞപ്പോൾ ഇതിവിടുത്തെ ചേട്ടൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നാണ്. ഉച്ചയ്ക്ക് വീട്ടിൽ പോയപ്പോൾ പപ്പ കൊണ്ടുവന്നതാണ് ഈ കടച്ചക്ക. ഉലർത്തി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഫുൾ ഫാമിലി അവരെല്ലാരും കൂടെ വന്നു. 2 കടച്ചക്ക അവിടെ നിന്നും വന്നിട്ടുണ്ട്. കടച്ചക്ക അഭിഷേകം തന്നതല്ലേ. അത് വല്യപ്പയാണ് ആദ്യം കടച്ചക്ക കൊടുത്തു വിട്ടത്. അത് കഴിഞ്ഞിട്ട് അടുത്ത കടച്ചക്ക വന്നു. ഓക്കെ. അങ്ങനെ വൈകിട്ട് നമ്മൾ കടച്ചക്ക ഉലർത്താണ് കൂട്ടിയത് കേട്ടോ ചോറിൻ്റെ കൂടെ. ഞാൻ ഓട്സ് കഞ്ഞിയാണ് കഴിച്ചത്.
അവർ ചോറാണ് കഴിച്ചത്. അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഗരം മസാല ഇട്ടില്ലെങ്കിൽ നല്ല രുചിയായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.